അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന മൊഡ്യൂൾ 2 മേജർ മൂവ്മെൻറ്റ്സ് ഇൻ ഫിലിം ഹിസ്റ്ററി. അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ സൈലന്റ് ഇറ എന്നുള്ളതാണ്. അപ്പോൾ സൈലന്റ് ഇറ എന്ന് പറയുന്നത് 1890s തൊട്ട് 1920s വരെയുള്ള കാലഘട്ടത്തിനെയാണ് ദി സൈലന്റ് ഇറ ഓഫ് ഫിലിം ഹിസ്റ്ററി എന്ന് പറയുന്നത്. സോ ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് സിനിമയ്ക്ക് ഒരു ഫൗണ്ടേഷണൽ പീരീഡ് ആയിരുന്നു. അതായത് ഫിലിംസ് എന്ന് പറയുന്നത് സിങ്ക്രണൈസ്ഡ് സൗണ്ട് ഇല്ലാതെ ഇറക്കിക്കൊണ്ടിരുന്ന സമയമാണ് ദ സൈലന്റ് ഇറ. ഓക്കെ, ഫിലിം മേക്കേഴ്സ് വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിനും ആക്ടിങ്ങിനും അതുപോലെ തന്നെ ഡയലോഗ്സിൻ്റെ ആ ഒരു ഡയലോഗ്സിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇറക്കിയിരുന്ന ഒരു സമയമായിരുന്നു ദ സൈലന്റ് ഇറ. അതായത് എക്സാജറേറ്റഡ് ആയിട്ടുള്ള ആക്ടിങ്. ഇപ്പോൾ സൗണ്ട് ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യും, ആക്ടിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും, അല്ലെങ്കിൽ പെർഫോമൻസിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദെൻ കീ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ജോർജസ് മിലിയസ് ഉണ്ട്, എ ട്രിപ്പ് ടു ദ മൂൺ അദ്ദേഹത്തിൻ്റെ പടമാണ്. DW ഗ്രിഫിത്തിൻ്റെ ദ ബർത്ത് ഓഫ് എ നേഷൻ, ചാർലി ചാപ്ലിൻ്റെ മൂവീസ് ദ കിഡ് എന്നൊക്കെയുള്ള മൂവീസ്, അല്ലെങ്കിൽ അതായത് കിഡ് എന്നൊക്കെയുള്ള മൂവീസ് 1921 പുറത്തിറങ്ങിയത്. അപ്പം ഇങ്ങനെയുള്ള മൂവീസൊക്കെ സൈലന്റ് ഇറയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അതായത് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിനിമാറ്റിക് ടെക്നിക്സ് ഒക്കെ ഈ ഒരു സമയത്ത് വിറ്റ്നസ് ചെയ്തിരുന്നു. അതായത് ക്ലോസപ്സ്, സ്പെഷ്യൽ ഇഫക്റ്റ്, ക്രോസ് കട്ടിങ് സീൻസ്, അതൊക്കെ സൈലന്റ് ഇറയിലാണ് പോപ്പുലറൈസ്ഡ് ആയത്. ഓക്കെ, ദെൻ അടുത്തത് ഇപ്പോൾ സൈലന്റ് ഇറയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈവ് മ്യൂസിക്കിനും പിന്നെ സിങ്ക്രണൈസ്ഡ് സൗണ്ടിനുമായിരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന. വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ആയിരിക്കും, നല്ല രീതിയിലുള്ള എക്സ്പ്രസ് ചെയ്യുന്ന സിനിമാറ്റോഗ്രഫിയാണ്. അപ്പം ദ ബർത്ത് ഓഫ് എ നേഷൻ എന്നുള്ളതിനകത്ത് ഗ്രിഫിത്ത് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നറേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ എഫക്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത് ജോർജസ് മിലിയസിൻ്റെ ട്രിപ്പ് ടു ദ മൂൺ എന്നുള്ള ഫിലിമിനകത്താണ്. ഫസ്റ്റ് ഫീച്ചർ ലെങ്ത് സൈലന്റ് ഫിലിം എന്ന് പറയുന്നത് ദ സ്റ്റോറി ഓഫ് ദി കെല്ലി ഗ്യാങ് ആണ്. ജർമ്മൻ എക്സ്പ്രഷനിസവും ഈ സൈലന്റ് ഫിലിംസിനെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. ജർമ്മൻ എക്സ്പ്രഷനിസം എന്ന് പറയുമ്പോൾ ഭയങ്കര ഡാർക്ക് അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള വിഷ്വൽസ് ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലായിരുന്നു സൈലന്റ് ഫിലിംസിൽ ചിലത് ഇറങ്ങിയിരുന്നത്. പിന്നെ സോവിയറ്റ് ഫിലിം മേക്കേഴ്സ് ആയിട്ടുള്ള ഐസൻസ്റ്റീൻ ഉണ്ടല്ലോ, ഐസൻസ്റ്റീനൊക്കെ മൊണ്ടാഷ് എഡിറ്റിങ്ങും ഒക്കെ പിന്നീട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സൈലന്റ് കോമഡിയൊക്കെ വരാൻ തുടങ്ങി വിത്ത് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ചാർലി ചാപ്ലിൻസ് ഫിലിംസ്. ഇപ്പോൾ സൈലന്റ് ഇറ എൻഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദ ജാസ് സിംഗർ എന്നുള്ള മൂവി 1927 ഇറങ്ങി. സോ ആ ഒരു സിനിമയ്ക്കകത്ത് സിങ്ക്രണൈസ്ഡ് സൗണ്ട് യൂസ് ചെയ്ത്, അപ്പോൾ 1926 വരെ ആയിരുന്നു, അല്ലെങ്കിൽ അപ് ടു 1927 വരെ നമുക്ക് എന്തായിരുന്നു സൈലന്റ് ഇറ ഓഫ് ദി ഫിലിം സൈലന്റ് ഇറ എന്നാണ് നമ്മൾ ആ ഫിലിം പീരീഡ്, ആ ഒരു പീരീഡിനെ വിളിക്കുന്നത്. രണ്ടാമത്തത് സോവിയറ്റ് സിനിമയും ഐസൻസ്റ്റീൻ്റെ മൊണ്ടാഷും, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം സോവിയറ്റ് ഫിലിം മേക്കേഴ്സ്, അതായത് ഐസൻസ്റ്റീന് മൊണ്ടാഷ് തിയറി ഡെവലപ്പ് ചെയ്തു. അതായത് എഡിറ്റിംഗ് വെച്ചിട്ട് മീനിങ് ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് മൊണ്ടാഷ് തിയറി എന്ന് പറയുന്നത്. പവർ ഓഫ് എഡിറ്റിംഗ് ടു ക്രിയേറ്റ് മീനിങ്. ഇപ്പോൾ മൊണ്ടാഷ് തിയറിക്കകത്ത് ഇൻവോൾവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ഷോട്ടുകൾ നമ്മൾ കട്ട് ചെയ്യും. അതായത് ഇമോഷൻസ് അല്ലെങ്കിൽ ഐഡിയാസ് പ്രൊവോക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഐസൻസ്റ്റീൻ്റെ ബാറ്റിൽ ഷിപ്പ് പോട്ടംകിൻ എന്നുള്ളൊരു മൂവിക്കകത്ത് കാണാൻ സാധിക്കും. ഈ മൊണ്ടാഷ് തിയറി യൂസ് ചെയ്ത വേറെ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് സിഗ വെർട്ടോവ് ഉണ്ട്, പിന്നെന്താണ് സെവോളോഡ് പുഡോവ്കിൻ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊണ്ടാഷ് തിയറി യൂസ് ചെയ്തിട്ടാണ് പറഞ്ഞിരുന്നത്. പിന്നെ സോവിയറ്റ് ഫിലിംസ് എന്ന് പറയുന്നത് പൊളിറ്റിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള ഫിലിംസ് ആയിരുന്നു. അവർ സിനിമയെ വെറും ഒരു പ്രൊപ്പഗൻഡ ആയിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. അതായത് പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ്റിന് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് പറയാനുള്ളൊരു സോഴ്സ് ആയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊണ്ടാഷ് തിയറി വെച്ചിട്ട് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മൊണ്ടാഷ് തിയറിയുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പവർ ഓഫ് എഡിറ്റിംഗ് ആണ്. മൊണ്ടാഷ് തിയറി എന്ന് വെച്ചാൽ പവർ ഓഫ് എഡിറ്റിംഗ് ആണ്. അത് വെച്ചിട്ട് സോവിയറ്റ് ഫിലിംസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഐഡിയൽസ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതായിരുന്നു. എഡിറ്റിംഗ് വഴി എങ്ങനെ മീനിങ് ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഐസൻസ്റ്റീൻ്റെ ഫേമസ് മൂവിയെക്കുറിച്ച് പറയുക. ഐസൻസ്റ്റീൻ്റെ ഫേമസ് മൂവി ആയിട്ടുള്ള ബാറ്റിൽ ഷിപ്പ് പോട്ടംകിനകത്ത് ഒരു സീക്വൻസ് ഉണ്ട്, ഫേമസ് ആയിട്ടൊരു സീക്വൻസ് ഉണ്ട്. അതിനകത്ത് മൊണ്ടാഷ് തിയറി യൂസ് ചെയ്തിട്ടുണ്ട്. സിഗ വെർട്ടോവിൻ്റെ മാൻ വിത്ത് എ മൂവി ക്യാമറ എന്നുള്ള ഫിലിമിനകത്ത് ഡോക്യുമെൻ്ററി സ്റ്റൈൽ മൊണ്ടാഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലേവ് കുലേഷോവിൻ്റെ കുലേഷോവ് എഫക്റ്റിനകത്ത് എഡിറ്റിംഗ് എങ്ങനെയാണ് ഓഡിയൻസിൻ്റെ പെർസെപ്ഷനെ ബാധിക്കുന്നതെന്നുള്ളതും കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ സെവലോഡ് പുഡോവ്കിൻ എന്ന് പറയുന്നത് ഇമോഷണൽ കണ്ടിന്യൂറ്റിയാണ് അദ്ദേഹം എഡിറ്റിങ്ങിലൂടെ ഫോക്കസ് ചെയ്തിരുന്നത്. സോവിയറ്റ് സിനിമ ഹോളിവുഡിൻ്റെ കണ്ടിന്യൂറ്റി എഡിറ്റിങ്ങിന് റിജക്ട് ചെയ്തിരുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ നോൺ പ്രൊഫഷണൽ ആക്ടേഴ്സിനെ വേറെ ഓഫൺ റിയലിസത്തിന് വേണ്ടി കാസ്റ്റ് ചെയ്തിരുന്നു. അതായത് റിയലിസ്റ്റിക് ആയിട്ട് പോർട്രേ ചെയ്യാൻ വേണ്ടിയേ, അതായത് ഈ മെത്തേഡ് ആക്ടിംഗ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി നോൺ റിയലിസ്റ്റിക് ആയിട്ടുള്ള സാധാരണ ആളുകളെ പിടിച്ചു വെച്ചിട്ട് കഥാപാത്രങ്ങളാക്കുമായിരുന്നു. അപ്പോൾ ഒരു കൈൻഡ് ഓഫ് നമുക്ക് പഠിച്ച് പറയുവാണെന്നൊരു തോന്നൽ വരാതെ ചുമ്മാ റിയലിസ്റ്റിക്കലായിട്ട് ആക്ട് ചെയ്യുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കും. റാപ്പിഡ് കട്ടും ഡൈനാമിക് ആയിട്ടുള്ള ഫ്രെയിമിംഗ് ആയിരുന്നു ഇതിൻ്റെ മറ്റ് പ്രത്യേകതകൾ. പിന്നെ ഈ സ്റ്റൈല് ആൽഫ്രഡ് ഹിച്ചോക്കിനെയും മാർട്ടിൻ സ്കോർസീസിനെയൊക്കെ പിന്നീട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ജർമ്മൻ എക്സ്പ്രഷനിസം ആണ്.
1910 തൊട്ട് 1930s വരെ ആയിരുന്നു ജർമ്മൻ എക്സ്പ്രഷനിസം. ജർമ്മൻ എക്സ്പ്രഷനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് തീംസ് ആയിരിക്കും, ഭയങ്കര എക്സാജറേറ്റഡ് ആയിട്ടുള്ള സെറ്റായിരിക്കും, നല്ല രീതിയിലുള്ള ലൈറ്റിംഗ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിനകത്ത് സൈക്കോളജിക്കൽ ഹൊറർ അല്ലെങ്കിൽ സോഷ്യൽ ആൻസൈറ്റി റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ദ ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗറി, അത് റോബർട്ട് വീനാണ് ചെയ്തേക്കുന്നത്. നോസ്ഫെറാറ്റു ബൈ FW മർനൗ. ഈ നോസ്ഫെറാറ്റു എന്ന് പറയുന്ന മൂവി ഇപ്പോൾ 2025 ഇറങ്ങാൻ പോകുന്നുണ്ട്. ആൻഡ് മെട്രോപോളിസ് എന്നുള്ള മൂവി ബൈ ഫ്രിറ്റ്സ് ലാങ്. അപ്പോൾ ഈ ഫിലിംസ് ഹൊറർ ഫിലിംസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡാർക്ക് തീംസ് വരുന്ന ഫിലിംസ് ആണ്. അപ്പോൾ ജർമ്മൻ എക്സ്പ്രഷനിസം എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 1910 തൊട്ട് 30s വരെയുള്ളതാണ്. ഭയങ്കര എക്സാജറേറ്റഡ് ആയിട്ട് ലൈറ്റിങ്ങും സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് കാണിക്കാനുമാണ്. അപ്പോൾ ഈ ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗറിക്കകത്ത് ഡ്രീം ലൈക്ക് ഹൊറർ ഈസ്തറ്റിക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നോസ്ഫെറാറ്റു എന്ന് പറയുന്ന ഏർലി വാമ്പയർ ഫിലിമാണ്. അതുപോലെ തന്നെ മെട്രോപോളിസ് ഉള്ള മൂവിക്കകത്ത് ഡയസ്റ്റോപ്പിയൻ ഫ്യൂച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഇതിനകത്ത് വരുന്ന തീംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മാഡ്നസ് വരുന്നുണ്ട്, സോഷ്യൽ അൺട്രസ്റ്റ് വരുന്നുണ്ട്, സൊസൈറ്റിയിലെ പ്രശ്നങ്ങൾ, ഷാഡോസ്, പിന്നെ അങ്ങനെയുള്ള ലൈറ്റിംഗ് ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെന്താണ്, എക്സ്പ്രഷനിസ്റ്റ് ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കും, ഭയങ്കര ട്രാജിക് ആയിട്ടുള്ള എൻഡിങ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, പിന്നെ നാസി ജർമ്മനിയുടെ റൈസ് കാരണം ഈ മൂവ്മെന്റ് ഉണ്ടല്ലോ, ഈ ഒരു എക്സ്പ്രഷനിസ്റ്റ് മൂവ്മെന്റ് ഡിക്ലൈൻഡ് ആയി. അടുത്തത് ന്യൂ ജർമ്മൻ സിനിമയാണ് 1960s തൊട്ട് 1980s വരെയുള്ളത്. ന്യൂ ജർമ്മൻ സിനിമ എന്ന് വെച്ചാൽ കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ എസ്കേപ്പിസ്റ്റ് പോസ്റ്റ് വോർ ജർമ്മൻ ഫിലിംസിനെതിരെ റിയാക്ഷൻ ആയിട്ട് വന്നതാണ്. പിന്നെ റെയ്നർ വേർണർ ഫാസ്ബിൻഡർ ടാക്കിൾ തീംസ് ഓഫ് അതായത് പിന്നെ തീംസ് എന്ന് പറയുന്നത് ഏലിനേഷനും ക്ലാസ് സ്ട്രഗിൾസും ആയിരിക്കും. പിന്നെ വെർണറിന്റെ, അതായത് റെയ്നർ, വെർണർ, ഫാസ്ബിൻഡർ, ഇവർ മൂന്നുപേരുമായിരുന്നു ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എന്താ പറയുക ഫിലിം ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞ ആ സമയത്ത്. അപ്പം വെർണർ ഹെർസോഗിന്റെ ഹ്യൂമൻ ഒബ്സഷനും നേച്ചറിന്റെ പവറുമാണ് അദ്ദേഹത്തിന്റെ ഫിലിംസിനകത്ത് കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ വിം വെന്റർ എന്ന് പറഞ്ഞ ആൾ അദ്ദേഹത്തിന്റെ എന്താ പറയുക എക്സിസ്റ്റൻഷ്യൽ തീം വെച്ചിട്ട് റോഡ് മൂവീസൊക്കെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രഞ്ച് ന്യൂ വേവ്, ഇറ്റാലിയൻ ന്യൂ റിയൽസും ഒക്കെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ലോ ബഡ്ജറ്റ് ഫിലിംസ് ആയിരിക്കും, പക്ഷേ എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ആണ്. ജർമ്മൻ ഹിസ്റ്ററിയും ജർമ്മൻ ഐഡന്റിറ്റിയൊക്കെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുള്ള ഫിലിംസും ഉണ്ട്. ഡോക്യുമെന്ററി ഏതാ ഫിക്ഷൻ ഏതാ എന്നുള്ള ആ ഒരു ലൈൻസ് നമുക്ക് ഒരിക്കലും വ്യക്തമല്ല നമ്മൾ ആ ഫിലിം കാണുമ്പോൾ. ഓക്കെ, നോൺ പ്രൊഫഷണൽ ആക്ടേഴ്സാണ് യൂസ് ചെയ്തിരുന്നത് നാച്ചുറലിസ്റ്റിക് സെറ്റിങ്സിന് വേണ്ടി. ഇതാണ് ന്യൂ ജർമ്മൻ സിനിമയ്ക്കകത്ത് പറഞ്ഞു പോയേക്കുന്നത്. ദെൻ അപ്പോൾ ന്യൂ ജർമ്മൻ സിനിമ എന്ന് പറയുമ്പോൾ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള മൂവിക്കെതിരെ കൊണ്ടുവന്നതാണ് കേട്ടോ, മറന്നു പോകരുത്. റെയ്നർ, വെയ്നർ, പിന്നെ ഫാസ്ബിൻഡർ, പിന്നെ വെർണർ ഹെർസോഗ്. നേരത്തെ ഞാൻ പറഞ്ഞ റെയ്നർ, വെർണർ, ഫാസ്ബിൻഡർ എന്ന് വെച്ചാൽ ഒറ്റയാളാണ്, ഞാൻ നേരത്തെ തെറ്റിച്ചാ പറഞ്ഞത്. റെയ്നർ, വെർണർ, ഫാസ്ബിൻഡർ ഒരു ഡയറക്ടറാണ്. പിന്നെ വെർണർ ഹെർസോഗ് എന്ന് പറഞ്ഞ മറ്റൊരു ഡയറക്ടർ, വിം വെന്റർ എന്ന് പറഞ്ഞ മറ്റൊരു ഡയറക്ടർ. അപ്പോൾ 3 പേരാണുള്ളത് കേട്ടോ. അപ്പോൾ ഏലിനേഷൻ, ഹിസ്റ്ററി ആൻഡ് ഐഡന്റിറ്റിയാണ് ഇതിനകത്ത് കൂടുതലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത ഇറ്റാലിയൻ ന്യൂ റിയലിസം ആണ്. 1940s തൊട്ട് 50s വരെയാണ് ഈ ഒരു കാലഘട്ടം. പോസ്റ്റ് വേൾഡ് വാർ 2 ശേഷം. പോസ്റ്റ് വേൾഡ് വാർ 2 എന്ന് വെച്ചാൽ വേൾഡ് വാർ 2 എന്ന് വെച്ചാൽ 39 to 45 ആണ്. അപ്പോൾ 45 ശേഷമുള്ളത് അല്ലെങ്കിൽ ആ 40s കാലഘട്ടം തൊട്ടുള്ളത്. അപ്പോൾ പോസ്റ്റ് വേൾഡ് വാർ 2 സമയത്ത് ഇറ്റാലിയൻ ഫിലിം മേക്കേഴ്സ് റിയൽ ലൈഫ് സ്ട്രഗിളിനെയും ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പടങ്ങളായിരുന്നു ഇറക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ നോൺ പ്രൊഫഷണൽ ആയിട്ടുള്ള ആക്ടേഴ്സിനെയും ഓൺ ലൊക്കേഷൻ ഷൂട്ടിംഗ് ഒക്കെ ആയിരുന്നു ഇവർ ചെയ്തിരുന്നത്. അതായത് ബൈസൈക്കിൾ തീവ്സ് പോലുള്ള മൂവീസ്, ഓപ്പൺ സിറ്റി പോലുള്ള മൂവീസ്, ഇതൊക്കെയെന്ന് വെച്ചാൽ എവരിഡേ പീപ്പിളുടെ ഹാർഡ്ഷിപ്പിനെയും സൊസൈറ്റിയിലുള്ള കാര്യങ്ങൾ റിയലിസ്റ്റിക്കലായിട്ട് പോർട്രേ ചെയ്യാനും നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള പെർഫോമൻസസുമാണ് ഇവർക്ക് വേണ്ടിയിരുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ പോവേർട്ടിയെക്കുറിച്ച്, സോഷ്യൽ സ്ട്രഗിളിനെ കുറിച്ച് റിയൽ ലൊക്കേഷൻസിൽ വെച്ചിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ റോം ഓപ്പൺ സിറ്റി എന്നുള്ള മൂവിക്കകത്തെന്ന് പറയുന്നത് വാർ, അതായത് ഇറ്റലിയിലുള്ള വാറിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. വർക്കിംഗ് ക്ലാസ്സിൻ്റെ ഡിഗ്നിറ്റിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള ലൈറ്റിംഗ് ആയിരിക്കും. ഹാൻഡ് ഹെൽഡ് സിനിമാറ്റോഗ്രഫിയാണ് യൂസ് ചെയ്തിരുന്നത്. മെലോ ഡ്രാമാസ് ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ട്രാജിക് കൺക്ലൂഷൻസ് ആണ്. അപ്പം പിന്നെ അതുപോലെ തന്നെ സത്യജിത് റേയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു മെത്തേഡാണ് ഈ ഒരു ഇറ്റാലിയൻ ന്യൂ റിയലിസം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ന്യൂ റിയലിസം ഡിക്ലൈൻഡ് ആവാൻ തുടങ്ങി. കാരണം ഇറ്റാലിയൻ സിനിമയും കൊമേഴ്ഷ്യൽ ഫിലിം മേക്കിങ്ങിലോട്ട് തിരിഞ്ഞപ്പോൾ ഈ ഒരു ന്യൂ വേവ് സിനിമയും ഇതായി മാറി. നെക്സ്റ്റ് ബിയോണ്ട് ന്യൂ റിയലിസം. അപ്പോൾ ഫെഡറിക്കോ ഫെലിനിയാണ് റിയലിസവും സെറിയലിസവും തമ്മിൽ കമ്പൈൻ ചെയ്ത് ഫിലിംസ് ഇറക്കിയത്.
ഓക്കെ. ലാ ഡോൾസെ വിറ്റ എന്നുള്ള മൂവിക്കകത്ത് സെലിബ്രിറ്റി കൾച്ചറിനെ കളിയാക്കിക്കൊണ്ടിറങ്ങി. 8.5 എന്നും പറഞ്ഞ് സെൽഫ് റിഫ്ലക്റ്റീവ് എക്സ്പ്ലോറേഷൻ 1963 ഇറങ്ങി 8.5 എന്നുള്ള മൂവിക്കകത്ത് ഫിലിം മേക്കിങ്ങിന്റെ എക്സ്പ്ലോറേഷനെ കുറിച്ചായിരുന്നു. ഡ്രീം ലൈക്ക് ഇമേജറിയാണ്, നല്ല എക്സ്ട്രാവജന്റ് ആയിട്ടുള്ള സെറ്റ് ഡിസൈൻസ് ആണ്, പേഴ്സണൽ മെമ്മറീസ്, സൈക്കോളജിക്കൽ ഡെപ്ത്, പിന്നെന്താണ് ട്രഡീഷണൽ ആയിട്ടുള്ള നെറേറ്റീവ് സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള നെറേറ്റീവ് സ്ട്രക്ചർ ആയിരുന്നു. ഫാന്റസി, റിലിജിയൻ, എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് വരുന്നുണ്ട്. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെലിനിയുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് ടിം ബർട്ടനെയും ടെറി ഗിലിയാമിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫിലിംസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫോക്കസ്, അതായത് പിന്നെന്താണ് നമ്മുടെ ഡയറക്ടർ തന്നെയാണ്, അതായത് ഒരു സകലകലാ വല്ലഭനായിട്ടുള്ള ഡയറക്ടർ. അപ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളും, ഒരു ഫിലിമിനകത്തുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു മൂഡിലോട്ട് യൂറോപ്യൻ സിനിമയെ കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫെലിനിയാണ്, വിത്ത് ദി ഹെൽപ്പ് ഓഫ് നിയോ റിയലിസം. ഓക്കെ. ദെൻ ഫ്രഞ്ച് പൊയറ്റിക് റിയലിസം ആൻഡ് ഫ്രഞ്ച് ന്യൂ വേവ് ആണ് അടുത്ത് നോക്കുന്നത്. പൊയറ്റിക് റിയലിസം എന്ന് പറയുമ്പോൾ ഈ ജീൻ റെനോയർ, മാർസൽ കാർനെ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു മെലങ്കോളിക് ടോണുള്ള മൂവീസും റിയലിസ്റ്റിക് ആയിട്ടുള്ള സെറ്റിങ്സും റൊമാൻറ്റിസൈസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ഒക്കെ ആയിരിക്കും കാണിക്കുന്നത്. അതാണ് പൊയറ്റിക് റിയലിസം എന്ന് പറഞ്ഞത്. ഫ്രഞ്ച് ന്യൂ വേവ് എന്ന് പറയുമ്പോൾ യങ് ഡയറക്ടേഴ്സ് ആയിട്ടുള്ളവർക്കെല്ലാം ട്രഡീഷണൽ ആയിട്ടുള്ള ഫിലിമിൻ്റെ റൂൾസിനെ എല്ലാം ബ്രേക്ക് ചെയ്തിട്ട് അവർ പുതിയ ടെക്നിക്കൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. ജംപ് കട്ട്, ഹാൻഡ് ഹെൽഡ് ക്യാമറാസ്, സെൽഫ് റിഫ്ലെക്സീവ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിങ്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ഫ്രഞ്ച് പൊയറ്റിക് റിയലിസം ആൻഡ് ഫ്രഞ്ച് ന്യൂ വേവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ജീൻ റെനോയർ, മാർസൽ കാർനെയാണ്. ജീൻ റെനോയറിൻ്റെ ദ റൂൾസ് ഓഫ് ദ ഗെയിമിനകത്ത് ഫ്രഞ്ച് സൊസൈറ്റിയെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട്, മാർസൽ കാർനെയുടെ ചിൽഡ്രൻ ഓഫ് പാരഡൈസിനകത്ത് ഒരു റിയലിസ്റ്റ് ഫിലിമാണത്. ഫ്രഞ്ച് ന്യൂ വേവ് എന്ന് പറയുമ്പോൾ 50s തൊട്ട് 60s വരെയുള്ള കാലഘട്ടമാണ്. എല്ലാം ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാം ബ്രേക്ക് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഫ്രാങ്കോയിസ് ട്രൂഫോയുടെ ദ 400 ബ്ലോസ്, അതൊരു ന്യൂ വേവ് ഫിലിമാണ്. പിന്നെന്താണ് ജീൻ ലൂക്ക് ഗുഡാഡ്സിന്റെ ബ്രത്ത്ലെസ് എന്നുള്ളത്, അത് ജംപ് കട്ടും ഒക്കെ ഇംപ്രവൈസ്ഡ് ആയിട്ടുള്ള ഡയലോഗ് വെച്ചിട്ട് യൂസ് ചെയ്യുന്നത്. റിയൽ ലൊക്കേഷൻസിൽ വെച്ചിട്ടാണ്. ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള നെറേറ്റീവ്സ് ആണ്, കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഫിലിംസ് ആണ് ഇതെല്ലാം. നെക്സ്റ്റ് സ്കാൻഡിനേവിയൻ സിനിമയാണ്. സ്കാൻഡിനേവിയൻ സിനിമ എന്ന് പറയുന്നത് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇങ്മാർ ബെർഗ്മാൻ എന്നുള്ള ഡയറക്ടറിനെയാണ്. അതായത് അദ്ദേഹം സ്വീഡിഷ് ഡയറക്ടറാണ്. അദ്ദേഹം ഈ ഇൻട്രോസ്പെക്റ്റീവ് ഫിലിംസ് ആണ് കൂടുതൽ ഡീൽ ചെയ്യുന്നത്. അതായത് എക്സിസ്റ്റൻഷ്യലിസം, ഫെയ്ത്ത്, ഹ്യൂമൻ സഫറിങ് ഇങ്ങനെയുള്ള തീംസാണ് അദ്ദേഹം ഡീൽ ചെയ്യുന്നത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസസ് എന്ന് പറയുമ്പോൾ ദ സെവൻത്ത് സീൽ എന്നുള്ളൊരു ഫിലിമുണ്ട്. അത് ഡെത്തിനെ കുറിച്ചും ഗോഡിൻ്റെ സൈലൻസിനെ കുറിച്ചും ഒക്കെയാണ് സംസാരിക്കുന്നത്. പിന്നെ അനദർ വൺ എന്ന് പറയുന്നത് പേഴ്സോണ 1966 ഫിലിമാണ്. അതൊരു സൈക്കോളജിക്കൽ ഡ്രാമയാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പാനിഷ് സിനിമയാണ്. സ്പാനിഷ് സിനിമ എന്ന് പറയുന്നത് ലൂയിസ് ബുനുവേൽ എന്നുള്ള ഒരു ഡയറക്ടറിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. സ്പാനിഷ് സിനിമ ആ സമയത്ത് പോപ്പുലർ ആയിരുന്നത് 1929 അദ്ദേഹത്തിൻ്റെ ഫിലിംസൊക്കെ, അതായത് അദ്ദേഹത്തിൻ്റെ ഫിലിംസ് എന്ന് പറയുന്നത് സെറിയലിസ്റ്റ് സിനിമാസ് ആയിരുന്നു. പിന്നെ സൽവദോർ ദാലിയുടെ, അതായത് ഷോക്കിംഗ് ആയിട്ടുള്ള ഇമേജസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇദ്ദേഹം ഫിലിംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ലേറ്റർ ഇദ്ദേഹം എന്താണ് സോഷ്യൽ ഹിപ്പോക്രസിയെക്കുറിച്ചും റിലിജനെ കുറിച്ചും ഒക്കെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടും ഫിലിംസ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് ഒരു ഫേമസ് ഫിലിം എന്ന് പറയുന്നത് ദ ഡിസ്ക്രീറ്റ് ചാം ഓഫ് ദി ബൂർഷോയ്സ് എന്നാണ്. നെക്സ്റ്റ് പോളിഷ് സ്കൂളാണ്. പോളിഷ് സ്കൂൾ എന്ന് പറയുമ്പോൾ 1950s തൊട്ട് 60s വരെയാണ്. അത് കമ്മ്യൂണിസ്റ്റ് പോളണ്ടിലാണ് എമർജ് ചെയ്തത്. സിംബോളിക് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിങ്ങും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള തീംസ് ആയിരുന്നു. ആൻഡ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് വാജ്ദേയുടെ ആഷസ് ആൻഡ് ഡയമണ്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ കീസ്ലോസ്കിയുടെ ഡെക്കലോഗ് എന്നുള്ളൊരു മൂവി, അത് റിയലിസവും ഫിലോസഫിക്കൽ ആയിട്ടുള്ള തീംസാണ് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. ജാപ്പനീസ് സിനിമയാണ് അടുത്തത്. ജാപ്പനീസ് സിനിമയ്ക്ക് ഒരു റിച്ച് ഫിലിം ഹിസ്റ്ററിയാണുള്ളത് വിത്ത് അക്കിറ കുറോസവയുടെ സാമുറായി എപ്പിക്സ്, അതായത് 7 സാമുറായി ഉണ്ട്. പിന്നെന്താണ് യഷൂരിയോ ഓസുവിൻ്റെ ഫാമിലി ഡ്രാമാസ്, അതായത് എക്സാമ്പിൾ ടോക്കിയോ സ്റ്റോറി. പിന്നെ കെഞ്ചി മിസോഗുജിയുടെ ഹിസ്റ്റോറിക്കൽ ഫിലിംസ് ആയിട്ടുള്ള ഉഗേറ്റ്സും ഒക്കെ. ഈ ഫിലിംസ് എന്ന് പറയുന്നത് നല്ല സ്ലോ പേസിങ്ങിലാണ് പോകുന്നത്. ഭയങ്കര ഡീപ്പായിട്ടുള്ള ഹ്യൂമൻ ഇമോഷൻസിനെയാണ് അത് കാണിക്കുന്നത്. തേർഡ് വേൾഡ് സിനിമ എന്ന് പറയുമ്പോൾ ഫിലിം മേക്കേഴ്സ് ഫ്രം ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക ആൻഡ് ഏഷ്യ, ഇവർ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇഷ്യൂസിനെയാണ് കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത്. ഫോർ എക്സാമ്പിൾസ് എന്ന് വെച്ചാൽ ബ്രസീൽ സിനിമ നോവോ, അത് പിന്നെ ഇന്ത്യയുടെ പാരലൽ സിനിമ, അത് സത്യജിത് റോയും സത്യജിത് റോയുടെ പഥേർ പാഞ്ചാലിയൊക്കെ വരുന്നതും. പിന്നെ അതുപോലെ തന്നെ ആഫ്രിക്കയിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉസ്മാനെ സെമ്പേനയുടെ ബ്ലാക്ക് ഗേൾ,
ഓക്കെ, അപ്പോൾ ഇത് ഇത്രയായിരുന്നു തേർഡ് വേൾഡ് സിനിമയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറയുന്നത്. ക്ലാസിക്കൽ ഹോളിവുഡ് സിനിമ ആൻഡ് ആഫ്റ്റർ എന്ന് പറയുമ്പോൾ ഹോളിവുഡിൻ്റെ ഗോൾഡൻ ഏജ് 1930s to 50s ആണ്. കാരണം സ്റ്റുഡിയോ സിസ്റ്റം ഒക്കെ എമർജ് ചെയ്തു, പോളിഷ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിങ്ങും കണ്ടിന്യൂറ്റി എഡിറ്റിങ്ങും സ്റ്റാർ ഡ്രിവൺ ഫിലിംസ് ഒക്കെ വരാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ കാസബ്ലാങ്ക 1942 ഇറങ്ങിയത്. പിന്നെ ന്യൂ ഹോളിവുഡ് ഇറ എന്ന് പറയുമ്പോൾ 60s തൊട്ട് 80s വരെയാണ്. മാർട്ടിൻ സ്കോർസീസും ഫ്രാൻസിസ് ഫോർഡ് കപ്പോളയൊക്കെ വന്നിട്ടുള്ള ഗോഡ് ഫാദറിൻ്റെ ആളും മറ്റേ മാർട്ടിൻ സ്കോർസീസ് എന്ന് വെച്ചാൽ ടാക്സി ഡ്രൈവർ എന്നുള്ള ഫിലിമിൻ്റെ ആളും. നെക്സ്റ്റ് വേണമെന്ന് പറഞ്ഞ ഡോക്യുമെൻ്ററി ഫിലിംസ് ആണ്. അതായത് റിയൽ ലൈഫ് സബ്ജക്റ്റിനെ വെച്ചിട്ട് എഡ്യൂക്കേഷന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് അഡ്വക്കസിക്ക് വേണ്ടിയോ ഇറക്കുന്ന ഫിലിംസ് ആണ് ഡോക്യുമെൻ്ററി ഫിലിംസ് എന്ന് പറയുന്നത്. അതെന്ന് പറയുമ്പോൾ നനൂക്ക് ഓഫ് ദ നോർത്ത് എന്ന് പറഞ്ഞ് 1922 മൂവി ഇറങ്ങി. അത് റോബർട്ട് ഫ്ലവേർട്ടിയുടെ ആയിരുന്നു. ആൻഡ് അതായത് ഒരു ഇന്യൂട്ട് എന്നുള്ള എന്താ പറയുക, ഇന്യൂട്ട്സിൻ്റെ ലൈഫിനെ കുറിച്ചാണ് ഇത് സംസാരിച്ചുകൊണ്ടിരുന്നത്. ന്യൂട്ട്സ് എന്ന് പറയുമ്പം നമ്മുടെ ഈ ഇൻഡിജിനിയസ് ട്രൈബൽ പീപ്പിൾ ഉണ്ടല്ലോ, അവരെയാണ്. അതായത് ആർട്ടിക് റീജിയനിൽ, കാനഡയിൽ, ഗ്രീൻലൻഡിൽ, അലാസ്കയിലുള്ള ആർട്ടിക് റീജിയൻസിലുള്ള ആളുകളാണ് ഈ ന്യൂട്ട്സ് എന്ന് പറയുന്നത്. സോ അവരുടെ ലൈഫിനെ ഫോക്കസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത് ഈ ഫിലിംസ്, എന്താ പറയുക, ഡോക്യുമെൻ്ററി ഫിലിംസ് കൂടുതലും പുറത്തിറങ്ങിയത്. അതാണ് നനൂക്ക് ഓഫ് ദ നോർത്ത് എന്ന് പറയുന്നത്. ഇന്യൂട്ടിൻ്റെ ലൈഫിനെ കുറിച്ചാണ്. പിന്നെ ദ തിൻ ബ്ലൂ ലൈൻ എന്ന് പറയുന്ന ഒരു മൂവി ഇറങ്ങി. അതെന്ന് പറയുന്ന ഡോക്യുമെൻ്ററി ഫിലിം ഇറങ്ങി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിങ് ട്രൂത്ത് ഇൻ സ്റ്റോറി ടെല്ലിംഗ്, അതായിരുന്നു അതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്. നനൂക്ക് ഓഫ് ദി നോർത്ത് എന്ന് പറയുന്ന ഫസ്റ്റ് ഡോക്യുമെൻ്ററി ആണ് 1922 ഇറങ്ങിയത്. അത് ഒരു ഇന്യൂട്ട് ഫാമിലിയുടെ ഡെയിലി ലൈഫ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രഫിയാണ്. ചില സീനുകൾ സ്റ്റേജ് ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് ക്രിറ്റിസിസം ഒക്കെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഡോഗ്മേ 95, അതായത് 1995 ഇറങ്ങിയതാണ്. ലാർസ് വോൺ ട്രയർ ആൻഡ് തോമസ് വിൻഡർബർഗിൻ്റെയാണ് ഡോഗ്മേ 1995. അത് ഒരു മാനിഫെസ്റ്റോ ആണ്. അതായത് നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള ഫിലിം മേക്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മാനിഫെസ്റ്റോ കൈൻഡ് ഓഫ് ഇതാണ്. അത് ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്ങിനെതിരെയും ലാബറേറ്ററി ആയിട്ടുള്ള എഫക്ട്സിനെതിരെയും പിന്നെന്താ പറയുക, അതിനൊക്കെ എതിരെ വന്നതാണ്. പിന്നെ സെലിബ്രേഷൻ എന്ന് പറഞ്ഞൊരു മൂവി, ഒരു ഫിലിം വന്നിട്ടുണ്ടായിരുന്നു. അത് എന്താ പറയുക, റോ ആയിട്ടുള്ള ഈസ്തറ്റിക് ആയിട്ടുള്ള ക്വാളിറ്റീസ് ഇറങ്ങിയുള്ളൊരു ഫിലിമായിരുന്നു അതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡോഗ്മേ 95 കുറിച്ച് കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി, അതായത് ആർട്ടിഫിഷ്യൽ എഫക്റ്റിനെ റിജക്റ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയൊരു മാനിഫെസ്റ്റോ ആണ് ഡോഗ്മേ 95. അതിനകത്ത് ഈ ആഡഡ് ലൈറ്റിങ് അല്ലാതെയുള്ള മ്യൂസിക് ഒന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഒരു ലൊക്കേഷനിൽ വെച്ചിട്ടായിരിക്കും, ഓൺ ലൊക്കേഷൻ വെച്ചിട്ടായിരിക്കും ഇത് ഫിലിംസ് ഷൂട്ട് ചെയ്യുന്നത്. ഡോഗ്മേ 95 ഒരു മേജർ ഫിലിം എന്ന് പറഞ്ഞ സെലിബ്രേഷനാണ്. അത് ഈ ഹാൻഡ് ഹെൽഡ് ക്യാമറ വർക്ക് കൊണ്ടും ട്രഡീഷണൽ ആയിട്ടുള്ള സ്പെഷ്യൽ ഇഫക്റ്റ് എല്ലാം കളഞ്ഞും റിജക്ട് ചെയ്തുകൊണ്ടുള്ളൊരു ഫിലിമാണ്. റിയലിസോ റോ ഇമോഷൻസോ ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു ഡോഗ്മേ 95 ശരിക്കും പറഞ്ഞ് ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കേഴ്സിന് ഒരുപാട് ഇൻസ്പയർ ചെയ്തു. പക്ഷേ അത് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അങ്ങ് എൻഡ് ചെയ്തു. പിന്നെ അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്ന മെയിൻ കാര്യങ്ങൾ, മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. നനൂക്ക് ഓഫ് ദ നോർത്തിനെ കുറിച്ച് കൂടുതലും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. അതൊരു ഡോക്യുമെൻ്ററി ഫിലിമാണ്. 79 minutes ആണ് അതിൻ്റെ റൺ ടൈം എന്ന് പറയുന്നത്. ഡെയിലി ലൈഫ് ഓഫ് എ ഇന്യൂട്ട് ഹണ്ടറിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് നനൂക്ക് എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര്. അയാളുടെ ഫാമിലിയെക്കുറിച്ചും അയാളെക്കുറിച്ചും അവരെങ്ങനെയാണ് ഈ ഹാർഷായിട്ടുള്ള ആർട്ടിക് എൻവയോൺമെൻറ്റ്, അതായത് നോർത്തേൺ കാനഡയിലുള്ള ആർട്ടിക് എൻവയോൺമെൻറ്റിൽ എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്, അവരുടെ ട്രഡീഷണൽ വേസ് ഓഫ് ഹണ്ടിങ്, ഫിഷിംഗ്, ട്രാവലിംഗ്, ഈ ഗ്ലൂസ് ഒക്കെ ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അവരുടെ ആ ഒരു ഡിറ്റർമിനേഷനെ കുറിച്ചും ആ ഇന്യൂട്ട് പീപ്പിളിൻ്റെ മൊത്തത്തിലുള്ള ലൈഫ് സ്റ്റൈലിനെ കുറിച്ചുമാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഓഫ് നനൂക്ക് ആൻഡ് ഹിസ് ഫാമിലിയാണ്. അതായത് നനൂക്കിൻ്റെ വൈഫായിട്ടുള്ള നൈലയെ കുറിച്ച് പറയുന്നു, അവരുടെ കുട്ടികളെ കുറിച്ച് പറയുന്നു. പിന്നെ ഡോഗിൻ്റെ അവർക്കൊരു സ്ലഡ് ടീമുണ്ട്. അതായത് ഡോഗ് നമ്മൾ കണ്ടിട്ടില്ലേ, ഇല്ല വണ്ടി വലിച്ചുകൊണ്ട് പോകുന്ന പട്ടികൾ, അതാണ് ഡോഗ് സ്ലഡ് ടീം. അപ്പോൾ അതൊക്കെ അവർക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡോഗ്സ് ആണ് ഹണ്ടിങ്ങിന് പോകുന്നത്, അതൊക്കെ കാണിക്കുന്നുണ്ട്. ഹണ്ടിങ് ടെക്നിക്സുകൾ കാണിക്കുന്നുണ്ട്. അതായത് ഫിഷിനെ സ്പെയർ കൊണ്ട് പിടിക്കുന്നത്, ഹാർപ്പൂൺ കൊണ്ട് സീൽസിനെ ക്യാച്ച് ചെയ്യുന്നതൊക്കെ, പിന്നെ ഇഗ്ലൂസ് ഒക്കെ മേക്ക് ചെയ്യുന്നത് ഒക്കെ ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട്. സ്നോ ബ്ലോക്ക് വെച്ച് എങ്ങനെയാണ് ഇഗ്ലൂസിനെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. പിന്നെന്താണ്, നനൂക്ക് എന്ന് പറയുന്നൊരു ട്രേഡിംഗ് പോസ്റ്റ് വിസിറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ദെയർ ഹീസ് ഇന്ററാക്ടിങ് വിത്ത് വെസ്റ്റേൺ ഗുഡ്സ് ഒക്കെ കാണുന്നു. അങ്ങനെ ഹ്യൂമറസ്ലി അതിനെയൊക്കെ ഡെപ്പിക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നനൂക്കും അദ്ദേഹത്തിൻ്റെ കമ്പാനിയൻസും കൂടി ഒരു ലാർജ് വോൾറസിനെ എന്താ പറയുക ഹണ്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. അത് ടീം വർക്കിനെ സ്ട്രെങ്ത്തിനെയാണ് കാണിക്കുന്നത്. പിന്നെ ആർട്ടിക് വെതറിനെ കുറിച്ചും അതെങ്ങനെയാണ് ആ ഫ്രീസിങ് ആർട്ടിക് നൈറ്റിലേക്ക് ഇവരെങ്ങനെ സർവൈവ് ചെയ്യുന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സും നേച്ചറും തമ്മിലുള്ളൊരു ക്ലാഷ് അല്ലെങ്കിൽ ആ ഒരു ഇതിനെയാണ് കാണിക്കുന്നത്. അതായത് ആളുകൾ എങ്ങനെയാണ് സർവൈവൽ സ്കിൽസ് ഉള്ളത്, ഇങ്ങനൊരു തണുത്ത എൻവയോൺമെന്റിൽ എങ്ങനെ ഇവർ താമസിക്കുന്നു, സർവൈവ് ചെയ്യുന്നു, ഇന്യൂട്ട് കൾച്ചറിനെ കുറിച്ച് ആളുകൾക്ക് തുറന്നു കാണിച്ച ഒരു സിനിമയായിരുന്നു ഈ ഒരു ഫിലിം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഡോക്യുമെൻ്ററി സ്റ്റൈലിനെ ഒന്ന് ഇതായിട്ട് കാണിച്ചൊരു ഫൗണ്ടേഷൻ ആയിരുന്നു ഈ ഒരു ഡോക്യുമെൻ്ററി ഫിലിം എന്ന് പറയുന്നത്. മെനി സീൻസ് എന്ന് പറയുന്നത് സ്റ്റേജ് അല്ലെങ്കിൽ എക്സാജറേറ്റഡ് ആയിരുന്നു. അതായത് ഇഗ്ലൂ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ലാർജറായിട്ട് ബിൽഡ് ചെയ്തിരുന്നു ക്യാമറ ആക്സസിന് വേണ്ടി. പിന്നെ ഇന്യൂട്ട് ലൈഫ് എന്ന് പറയുന്നത് പിന്നെ ആ ഒരു പ്രിമിറ്റീവ് ലൈഫ് സ്റ്റൈലായിട്ടാണ് ഇവർ കാണിച്ചത്. സോ അതിനൊക്കെ എതിരെ ഒരുപാട് ആളുകളൊക്കെ രംഗത്ത് വന്നിരുന്നു. ഓക്കെ,
അങ്ങനെയാണ് ഈ ഒരു ഡോക്യുമെൻ്ററി ഫിലിം ശരിക്കും പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത്. ഫസ്റ്റ് ഡോക്യുമെൻ്ററി ഫിലിം എന്നതിലുപരി ഈ ന്യൂഡ് ലൈഫ് സ്റ്റൈലൊക്കെ കാണിച്ചതുകൊണ്ട് കുറച്ചും കൂടി വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള റീച്ച് ആളുകളുടെ ഇടയിൽ കിട്ടി.